തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കലൂടെ വന്ദനം പറയുന്നു. കൃപയാൽ ഒരിക്കൽ കൂടെ ദൈവജനമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറക്കാതെ വീണ്ടും വരുന്ന ദൈവം എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം ചിന്തിക്കുവാൻ നിൽക്കണമിടയാകുന്നത്. ഒരു പ്രാവശ്യമല്ല നമ്മുടെ കർത്താവ് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറും വരെ വീണ്ടും വരുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ വന്നു എന്ന് നമുക്ക് കാണുവാൻ നിൽക്കണമിടയാകും. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. കർത്താവ് അന്ന് വന്നപ്പോൾ ആ വീട്ടിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചോ അനുഗ്രഹങ്ങളെക്കുറിച്ചോ വിശുദ്ധ ബൈബിൾ പറയുന്നില്ലെങ്കിലും പിന്നെയും അവൻ കഫർന്നഹൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഉണ്ടെന്ന് ശ്രുതിയായി പുരുഷാരമെല്ലാം അവിടേക്ക് കടന്നു വരുവാൻ നിൽക്കണമിടയായി. അപ്പോൾ യേശു ആദ്യം വന്നപ്പോൾ ചില അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 2-ാം പ്രാവശ്യം കർത്താവ് അവിടെ വന്നപ്പോൾ അത്രയും ജനം അവിടെ കടന്നു വരുവാൻ നിൽക്കണമിടയായത്. 2-ാം പ്രാവശ്യം കർത്താവ് വന്നപ്പോൾ അതിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്കവിടെ കാണുവാൻ നിൽക്കണമിടയാകുന്നു. നമുക്കവിടെ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, 4 പേര് ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരുവാൻ നിൽക്കണമിടയായിട്ടുള്ളൂ. കർത്താവിനറിയാം, വിശ്വാസമുള്ള ചില പ്രിയപ്പെട്ടവർ ആവശ്യബോധത്തോടെ അവിടെ കടന്നു വരികയും അവിടെ ഒരു അത്ഭുതം നടക്കണമെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് അവിടെ പിന്നെയും അവരവിടെ വരുവാൻ തക്കണം ഇടയായത് എന്ന് നമുക്കവിടെ കാണുവാൻ തക്കണം കഴിയുന്നു. കർത്താവ് പിന്നെയും നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരത്ഭുതം നടക്കുമെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വീണ്ടും വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എല്ലാ ദിവസവും എൻ്റെ ഭവനത്തിലേക്ക് വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്രയുണ്ട് എന്ന് പറയുവാൻ നിൽക്കണമിടയായി. ദൈവത്തിന് സ്തോത്രം. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എലിയാവെന്ന് പറയുന്ന മനുഷ്യൻ ഭയന്ന് കിടന്നുറങ്ങുമ്പോൾ ദൂതൻ തട്ടി ഉണർത്ത് പറയുക, നീ എഴുന്നേൽക്ക, നിനക്ക് ദൂരയാത്രയുണ്ട് എന്ന് പറയുവാൻ നിൽക്കണമിടയായി. ശുശ്രൂഷ ചെയ്ത് ക്ഷീണിച്ച് തളർന്നു കിടക്കുമ്പോൾ വാഗ്ദത്തം ചെയ്തവൻ മാറിപ്പോകുന്നവനല്ല. അവൻ ഒരു പ്രാവശ്യമല്ല, പിന്നെയും വന്ന് നമ്മെ തട്ടി ഉണർത്തി നാം ചെയ്യേണ്ട ശുശ്രൂഷ എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി അത് ചെയ്യുവോളം നമ്മെ പിന്നെയും ഒന്ന് ഉണർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷീണമുള്ളവരായി നാം ഉറങ്ങിപ്പോകുമ്പോൾ നമ്മെ തട്ടി ഉണർത്തുന്ന ഒരു ദൈവം, നമ്മെക്കൊണ്ട് ചെയ്യേണ്ട ചില ദൗത്യങ്ങൾ, നമ്മെക്കൊണ്ട് ചെയ്യേണ്ട ചില ശുശ്രൂഷകൾ, നമ്മെക്കൊണ്ട് ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ, അത് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ നമ്മെ തളർത്തിക്കളഞ്ഞ ഉറക്കിക്കളഞ്ഞ അനുഭവത്തെ മാറ്റിക്കൊണ്ട് ഉന്മേഷം നൽകി ബലം നൽകി ശക്തിയോടെ വീണ്ടും വന്ന് നമ്മെ തട്ടി ഉണർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ വ്യാപരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം
3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പിന്നെയും ആമേൻ പള്ളിയിൽ വരുവാൻ തക്കണം ഇടയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ വരണ്ട് കൈയുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം ഇടയാകുന്നത്. യേശു പിന്നെയും വന്നിട്ടുണ്ടോ? അവിടെ ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അവൻ പിന്നെയും പള്ളി വന്ന് ദൈവത്തിന് സ്തോത്രം, ആ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ നോക്കിയിരിക്കെ ആമേൻ ആ വരണ്ട് കൈയുള്ള മനുഷ്യന് അവൻ സൗഖ്യം കൊടുക്കുവാൻ തക്കണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ഒരു പ്രാവശ്യം മാത്രം വരുന്ന ദൈവമല്ല. നാം നിലവിളിച്ചാൽ, നാം ആവശ്യബോധത്തോടെ കരഞ്ഞാൽ, നാം ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെട്ടാൽ, നാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നാൽ അവൻ പിന്നെയും വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പിന്നെയും കുശവന്റെ കയ്യിൽ മറ്റൊരു പാത്രം പൊങ്ങി വരുവാൻ തക്കണമിടയായി. ആ കുശവന്റെ കയ്യിൽ അദ്ദേഹം പണിത് കൊണ്ടുവന്ന പാത്രം അത് ഹീനമായി മാറിയപ്പോൾ, അത് കൊള്ളാത്തൊരു പാത്രമായപ്പോൾ അവൻ പിന്നെയും അതിനെ ആ ചക്കിലേക്കിട്ട് പരിവത്തിലാക്കി മാറ്റി മറ്റൊരു പാത്രമാക്കി അവൻ പുറത്തു കൊണ്ടുപോകാൻ തക്കണമിടയായി തീർന്നു. നമ്മുടെ കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ നാം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മെ പണിയുന്നൊരു കർത്താവ് വീണ്ടും വന്ന് നമ്മെ പണിയും എന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു മാനപാത്രമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. കുശവന്റെ കയ്യിൽ മറ്റൊരു പാത്രം പോലെ ഈ കാലഘട്ടങ്ങളിൽ പിന്നെയും കർത്താവ് വന്ന് നമ്മെ വിശുദ്ധിയിലും ദൈവവചനത്തിലും പണിയുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയതുപോലെ പിന്നെയും മടങ്ങി വരും. നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. അവൻ്റെ കാഹളം ധ്വനിക്കുവാൻ സമയമായിരിക്കുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വീണ്ടും വരുന്ന, മറക്കാതെ വീണ്ടും വന്ന് നമ്മെ കരുതുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ ചേർത്ത് നിർത്തുന്ന ആ ദൈവത്തിൻ്റെ കരം നമുക്ക് തുടർന്ന് അനുഭവിക്കുവാൻ കർത്താവെ വീണ്ടും വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കൃപ ചെയ്യട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ച എൻ്റെ വാക്കവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ ഈ സമയവും അനുഗ്രഹിക്കുമാറാകട്ടെ.